ഇതല്ലേ വഴി? എടാ മുമ്പിലൂടെ പോയാ പെടൂ. ഇന്നേരെ തിരിച്ചറിഞ്ഞ കുഴപ്പാ. നമുക്ക് ബാക്ക് വഴി പിടിക്കാം. വാ നിന്ന് പരിങ്ങാടത്ത് വേഗം വാ. ഈ കുരുപ്പിനെ ഞാൻ തച്ചു കൊല്ലു. ഉയണ്ടമ്മേ വാ. ഒന്ന് വന്നൂട്. ചെല്ല് ചെല്ല്. ഒറ്റയ്ക്ക് പോണോ? വേണ്ട, പാനൂർ അങ്ങാടിത്തെ മുഴുവൻ ആൾക്കാരെയും കൂട്ടിക്കോ. ധൈര്യമായിട്ട് പോടോ. ഇത് എന്ത് പേടിയാടാ എനിക്ക് പണ്ടാറടങ്ങേ. എനക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. വാ. മഞ്ഞ കാറ്റാടോ. എന്തോട്ടാടോ? പ്രേമത്തെ എടാ ഓടുമ്പോ ഒരു വാക്ക് വന്നിട്ട് ഓടണ്ടേ? ആടെ CCTV ഉണ്ടായിരുന്നു. എവിടെ? എല്ലാം പോയില്ലേ? നമ്മൾ പെട്ട്. എടാ നീ കാണിക്കുന്ന വിഡിത്താണ്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇല്ല വിഭീഷ് ഭായ്, എനിക്കിവിടെ നിൽക്കാൻ പേടിയാ. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അടി കൊണ്ട് ജാവാൻ എനിക്ക് വയ്യ. എൻ്റെ സാധനങ്ങളെ ആ വാടക വീട്ടിലാണ് ഉള്ളത്. അത് പിന്നെ എടുക്കാം. നിങ്ങളെ ഞാൻ പെടുത്തിയല്ലേ? ആ പെടുത്തി. എന്നിട്ട് ഇനി പോന്നാ? എടാ ഫേസ് ചെയ്യണം. പേടിച്ചോടെ ഇനി ഏടം വരെ ഓടൂ. ഇല്ല ഭായ്. സ്റ്റേഷനാ സാർ? അതെ സാർ. ആ ഉണ്ട്. ഫോൺ ഐഡിയ ഓഫാ. അതെ സാർ, ഇവിടെ റേഞ്ച് ലേശം കുറവാ. ഓക്കെ സാർ, ഞാൻ പറഞ്ഞോളാം. ആരാ? CA നാളെ രാവിലെ 10 മണിക്ക് എന്നോട് SP ഓഫീസിൽ ഹാജരാവാൻ. എന്നാ ഇപ്പൊ ചെയ്യാ? എന്തായി? അവനെ കിട്ടിയോ? ഇല്ലമ്മേ, ഞാൻ വിഭീഷണന്റെ നമ്പറിലേക്കൊന്ന് വിളിച്ചായിരുന്നു. ചേട്ടൻ അവിടെ ഉണ്ട്. ഞാൻ സംസാരിച്ചില്ല. ചേട്ടൻ നല്ല ടെൻഷനിലാണ്. ചിലപ്പോൾ ഇഷ്യൂ ജോലിയെ ബാധിക്കുന്നൊക്കെയാ പറയണേ. സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ചായ? നോ സർ. അയ്യപ്പദാസ്. യെസ് സർ. താനിരിക്കുക. നിന്റെ കാര്യത്തിൽ ഇന്നലെ തന്നെ ഒരു PR ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ബട്ട് നൗ ഐ ആം കൺഗ്രാലേറ്റിംഗ് യു. ഫോഴ്സിന് തന്നെ കുറിച്ചോർത്ത് വളരെ അഭിമാനമുണ്ട്. ഗുഡ്. ഇന്നലെ ഈവനിങ് സഖാവിന്റെ മൊഴിയെടുത്തപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത്. അദ്ദേഹം ഒരുപാട് കാര്യമായി തന്നെ കുറിച്ച് സംസാരിച്ചു. തന്റെ ഡ്യൂട്ടിയിലുള്ള എഫിഷ്യൻസിയിൽ അദ്ദേഹം വളരെ ഇംപ്രസ്ഡ് ആണ്. അക്രമികളെ ആരെങ്കിലും ദാസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? ഐ മീൻ, ഇനി കണ്ടാൽ തിരിച്ചറിയാവുന്ന വിധത്തിൽ അങ്ങനെ ആരെങ്കിലും? ഇല്ല സർ, അവർ മുഖം കവർ ചെയ്തിരുന്നു. യെസ്, നമുക്ക് ടൗണിൽ നിന്ന് കിട്ടിയിട്ടുള്ള CCTV ഫുട്ടേജിലും ഫേസ് കവർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ജീപ്പിന്റെ നമ്പറും ഫേക്കാണ്. നമ്മുടെ മുന്നിലുള്ള വലിയ പ്രശ്നം കോടതിയിലെ CCTV വർക്കിംഗ് അല്ല. ഇത് വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു അറ്റാക്കാണ്. സൈതാറ് പള്ളി കഴിഞ്ഞ് വണ്ടി മിസ്സാണ്.
മാഹിയിലേക്ക് കടന്നിട്ടുണ്ടാവും. കേരള പോലീസിനോട് കയറാൻ പറ്റില്ലല്ലോ. പിന്നെ തലായി, ചാലിൽ, മട്ടമ്പുറം എന്നീ ഭാഗത്ത് അങ്ങനെയാവാം. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ ഒന്നുകൂടി സ്ട്രോങ് ആക്കാം. എനിക്ക് പേഴ്സണൽ റിലേഷൻ കൂടിയുള്ള ഒരാളാണ് സഖാവ്. അപ്പം നമുക്ക് അതങ്ങ് പിടിക്കാം. ദാസന്റെ മതി ഇനി അങ്ങോട്ടേക്കെന്ന് സഖാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ യെസ്, യു മേ ഗോ. വിശദമായി മൊഴിയെടുക്കാൻ ചിലപ്പോൾ ഞാൻ വിളിപ്പിച്ചേക്കും. സർ. ഹലോ, ആ കണ്ടു. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അത് ഡീൽ ചെയ്യാം, ഞാൻ വിളിക്കാം. നിന്റെ ടൈം പിന്നെ ബെസ്റ്റ് ടൈം ആണല്ലോ. മനുഷ്യൻ ഇവിടെ എങ്ങനെ ജീവിക്കുന്നത് നിനക്ക് പോലും അറിയോ? ആരുടെ പറയാൻ പറ്റുമോ? ആരൊക്കെയോ ബോംബ് എറിയുന്നു, വെട്ടുന്നു, കുത്തുന്നു, ഓടുന്നു. നമ്മളിതൊക്കെ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ കളിയാ. ഉറക്കം പോയടാ. നിന്നെ കുറച്ചും കൂടെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം പറയട്ടെ. കേട്ടാ നീ ചിരിച്ചാവും. എന്ത് കാര്യം? നിന്റെ മറ്റേ PSC കോച്ചിങ് കേസില്ലേ, ബസ് ശരണ്യ, അവിടെ കല്യാണം കഴിക്കണം. വിഷമം ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുകയല്ലേ. എന്നാ അവിടെ അല്ല, അവിടെ ചേട്ടന്റെ. ഇവിടെ കോമഡി എന്താണെന്നറിയും? അത് ഒളിച്ചോട്ടോ. അത് ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ. മോനെ, ആമ്പിള്ളേര് സ്വന്തം കാര്യം വന്നപ്പോ ഡീൽ ചെയ്യുന്ന കണ്ടോ? ശരി, നീ വെച്ചോ, ഞാൻ വിളിക്കാം. മതി. ശരി. ചേട്ടനോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ ഉറങ്ങിയിട്ടേ ഉണ്ടാകുമെന്ന്. ഇതൊന്ന് പിടിച്ച ഉണ്ടഴിഞ്ഞു പോയി. അതെ, ഞാൻ വന്നെന്ന് പറഞ്ഞാൽ മൂത്ത സഖാവ് കാണാൻ പറഞ്ഞു. ആസ്പത്രി പോയിട്ട് കാണാനാ പറഞ്ഞു. എന്തിന്? അമ്മ അന്ന് ഞാനല്ല, എന്നോട് പറഞ്ഞില്ല. ബന്ധം കൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ വരുന്നേ. അല്ല, ഇത് നല്ല വെയിറ്റ് ഉണ്ടല്ലോ. തേങ്ങ. ഇത് ആലക്കത്തൊരു കല്യാണം ഉണ്ട്. വകയിലൊരു മാമനാ, ഓറ മോളതാ. വളരെ നല്ല ആൾക്കാരാ. കോൺഗ്രസ്സുകാരനാ, ചെറ്റയാ. എന്നെ കല്യാണം വിളിച്ചിട്ടില്ല. ഭയങ്കര വിഷമായി പോയി. അങ്ങനെ കല്യാണം നടത്തണ്ടല്ലോ, കുറച്ച് നാടൻ പോകാ. പേടിക്കണ്ട, നാടനാ. സാറല്ലേ, ഇത് രണ്ടെണ്ണം എറിഞ്ഞിട്ട് കല്യാണം ഓരോ തൈക്കളയണം. എറിയാൻ വരുന്ന വരുന്നില്ല. അപ്പൊ പറഞ്ഞ പോലെ നാളത്തെ കാര്യം മറക്കണ്ടട്ടാ. ഓക്കെ, ഓന്റെ സാമ്പാർ ഞാനിന്ന് ബോംബാറാക്കും. വിളിക്കുന്ന അയ്യപ്പത സിരിക്ക് മുടുവാ ഇരിക്കടോ. അതെ, മരുന്നെടുത്തിട്ടുണ്ട്. ഞാൻ മോളെ കൊണ്ടാക്കിട്ട് പെട്ടെന്ന് വരാം. ഇയാൾ ഇരിക്കുന്നില്ലേ? അതോ ഇന്നലത്തെ പോലെ ഇറങ്ങി ഓടൂ? വാ. കുറച്ചു നേരത്തേക്ക് ആരെയും ഇങ്ങോട്ട് കടത്തിവിടണ്ടെന്ന് ഫിറോസിനോട് പറഞ്ഞേക്ക്. കൂട്ടുകാരൻ പോലീസൊക്കെ എന്ത് പറയുന്നു? സുഖം. അപ്പൊ ഇന്ന് മുതൽ ഡ്യൂട്ടിക്ക് കയറല്ലേ? സർ. അയ്യപ്പദാസ് കണ്ണൂരിലേക്ക് വണ്ടി കയറിയത് ഒറ്റക്കല്ല, കൂടെ ഒരാളുണ്ട്. എപ്പോഴും കൂടെ ഉള്ള ആള് തന്നെ. ഭയം, പേടി. ശരിയല്ലേ? ഈ ലോകത്തെ ഏറ്റവും മോശം വാക്കാന്നിടോ അത്. അതുകൊണ്ട് ഭീരു ആകരുത്. ഭീരുവായ ആണ് ഒരു തെറ്റുകൂടിയാണ്. പേടിച്ച പുരുഷൻ ഏറ്റവും വലിയ അശ്ലീലവും. മനസ്സിലായോ? അതുകൊണ്ട് ഈ നിമിഷം മുതൽ ചങ്കൂറ്റമുള്ള ഗൺമാൻ അയ്യപ്പദാസിനെ എനക്ക് വേണം. എന്താ? സർ. സഖാക്കളെ, കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഇനി കൂടുതൽ ദിവസങ്ങളില്ല എന്ന് നിങ്ങൾക്കറിയുമായിരിക്കുമല്ലോ. ജില്ലയിലെ എല്ലാ ഏരിയ കമ്മിറ്റികളും സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഒരു ഏരിയ കമ്മിറ്റി ഒഴികെ, പാനൂർ ഏരിയ കമ്മിറ്റി. പിന്നെ ജില്ലയിലെ 2 പ്രധാന നേതാക്കൾ സംഘടനാ തലത്തിലും പാർലമെന്റേറിയൻ തലത്തിലും മികവുറ്റ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് കണ്ട് ഗോപിനാഥപക്ഷമെന്നും മുകുന്ദപക്ഷമെന്ന പേരിൽ വിഭാഗീയത വളർത്താൻ ബൂർഷ്വാ മാധ്യമങ്ങളും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കോർപ്പറേറ്റ് മൂലധന ശക്തികളും ശ്രമിക്കുകയുണ്ടായി. ഇത്തരം വിഭാഗീയ ചിന്തകൾ മാറ്റിവെച്ച് നമ്മൾ ഒറ്റക്കെട്ടായി ഈ മാസം 17-ാം തീയതി
പാനൂർ ഏരിയ സമ്മേളനം പാട്യം മൈതാനത്ത് വെച്ച് നടത്തുന്നതായിരിക്കും. വിഭാഗീയതയുടെ പേരിലുള്ള ചേരിതിരിവിലും ഹലോ അതെ എന്താ ഹലോ വളരെ കാര്യമായിട്ട് തന്നെ സംസാരിച്ചു കഴിഞ്ഞു. പാനൂര് ഏരിയ സമ്മേളനം മേൽപ്പറഞ്ഞ തീയതികളിൽ പരാതികൾക്ക് ഇടവരുത്താതെ വിജയകരമായി പൂർത്തിയാക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. നിങ്ങൾക്ക് ബാങ്ക് പോകണമെന്നല്ല പറഞ്ഞത്? വീട് ഇറങ്ങിക്കോ, ഈ വഴിയാണ്. ശരി. ഞാൻ പറഞ്ഞില്ലേ, ഇതാ നമ്പർ. 2-3 ദിവസമായിട്ട് ആരോ ഫോളോ ചെയ്യുന്നുള്ളൊരു തോന്നല്. ഒരു ജീപ്പ് എൻ്റെ പിന്നാലെ ഉണ്ട്. നമുക്ക് സൈബർ സെല്ലിൽ കൊടുക്കാം. നമ്മളെ ബിനീഷിൻ്റെ ആടെ. അത് വിട്, അത് നമുക്ക് നോക്കാം. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും. ഞാട്ടാ. ആഹാ, കോയിക്കാല്. 17 സമ്മേളനം ഇപ്രാവശ്യം നല്ല കളറായിരിക്കും. നിന്റെ സഖാവ് തിരിച്ചു വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സമ്മേളനം. മൂപ്പർക്ക് ഇപ്പം എന്തുന്നാ മൈലേജ്, എന്തുന്നാ ഫാൻസ്. ദാസന് ഫുട്ബോൾ ഇഷ്ടമോ? കളിക്കാറുണ്ട്. ഇത് കണ്ടാ മാഷേ, ലാഹോറിലെ യുവജന സഖാക്കള് ഡൽഹി മാർച്ച്. ഫോട്ടോ നോക്ക്. എനിക്കെന്താടാ ഇത്ര പുച്ഛം? അതല്ല, ലാത്തി കണ്ടിട്ട് മുട്ടടിച്ചിട്ട് അവിടെ നോട്ടം കണ്ട. അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ ഏത് ചെറുപ്പക്കാർക്കാ സമരവീരി ഉള്ളത്? ഇന്നത്തെ യുവജന സമരങ്ങളെല്ലാം കണ്ണിൽ പൊടിയിടാനുള്ളതല്ലേ? സ്വയം പ്രൊമോട്ട് ചെയ്യാനല്ലേ അവർക്ക് താല്പര്യമുള്ളൂ. അതെന്ത് വർത്താനാ മാഷേ? ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ഓടേണ്ടിയൊക്കെ വരും. ആര് ഭരിച്ചാലും പോലീസ് പോലീസാണ്. നമ്മുടെ അനുഭവം തന്നെ നോക്കിയാൽ പോരെ. മുകുന്ദ സാഹവനെ ആക്രമിച്ച കേസിൽ ഇന്നേ വരെ ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആരാ ഭരിക്കുന്നത്? നമ്മൾ. അതോ ഭരണം മാറിയോ? പിന്നെ മാഷിനെ പോലുള്ളവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലിരുന്ന് സമരങ്ങൾ ആഹ്വാനം ചെയ്യാം. എന്നിട്ട് പോലീസിനെ മുന്നിൽ നിന്ന് നേരിടണമെന്നൊക്കെ പറയാം. പിന്നെ മാഷേ, നേതാക്കള് ആഹ്വാനം ചെയ്യാൻ മാത്രമുള്ളവരാവരുത്. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. സഖാവേ, പാർട്ടിയുടെ ചോര കുടിച്ച് ചേർത്താട്ടകൾ ഈ പ്രസ്ഥാനത്തിലുമുണ്ട്. വാചക കസർത്തുകൊണ്ട് കണ്ണിൽ പൊടിയിടുന്നവർ.
സുരക്ഷിത സ്ഥാനത്തെത്തിയവർ. എന്നാൽ എല്ലാവരെയും നിങ്ങൾ ആ ഗണത്തിൽ പെടുത്തരുത്. ബൂട്ടിട്ട കാലുകളുടെ ചവിട്ടും ചുഴറ്റിയ ലാത്തിയുടെ അടിയും എല്ല് തകർത്തിട്ടുണ്ട്. ചലനശേഷി ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. ഒന്നിനു വേണ്ടിയല്ലെങ്കിലും തിരിച്ചു വന്നത് ഈ കൊടിയുടെ ചുവപ്പ് ഉള്ളിൽ ചേർന്നു പോയത് കൊണ്ടാണ്, അറുത്തു മാറ്റാൻ കഴിയാത്തത് കൊണ്ട്. ജീവിക്കുന്നവരിലും ഉണ്ട് സഖാവേ രക്തസാക്ഷികൾ. നിങ്ങളെപ്പോലുള്ളവർ അത് കണ്ണു തുറന്ന് കാണണമെന്ന് മാത്രം. എന്നെപ്പോലുള്ളവരുടെ ചോരയും നീരും കൊണ്ട് നടത്തിയ സമരങ്ങളുടെ ഉത്തരമാണോ ഇന്നത്തെ ഈ പാർട്ടി. നമുക്ക് മുൻപും ചരിത്രങ്ങളുണ്ടായിരുന്നു. നാളെ നമുക്ക് ശേഷവും അതുണ്ടാവും. മറക്കരുത്, മറന്നു പോകരുത്.